ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പീസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അറബിക് സ്നാക്കായ ഫലാഫിലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഫലാഫിൽ ചെയ്യാനായിട്ട് ഇവിടെ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഫലാഫിൽ നമ്മൾ വെള്ളക്കടലയിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളക്കടല ഞാൻ ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് 2 ടൈപ്പ് ലീവ്സ് ആണ്. ഒന്ന് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയില എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൈപ്പിടിയോളം ഞാൻ മല്ലിയില എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ആ ഒരു കുത്തലൊന്നും വരത്തില്ല മല്ലിയിലയുടെ. പിന്നെ നമുക്ക് വേണ്ടത് പാസ്ലി ലീവ്സ് ആണ്. പാസ്ലി ലീവ്സ് ആക്ച്വലി കാഴ്ചയ്ക്ക് മല്ലിയിലയൊക്കെ പോലെ തന്നെ ഇരിക്കും, പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. മല്ലിയിലയുടെ ഒരു ടേസ്റ്റും അല്ല. ഇതാണ് പാസ്ലി ലീവ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ തണ്ടും അതുപോലെ ലീവ്സും കുറച്ച് കട്ടി കൂടുതലാണ് മല്ലിയിലേനേക്കാളും. പിന്നെ നമുക്കിതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ അതിൻ്റെ കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. വെള്ളക്കടല ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കേണ്ട, ചെറിയ തരിതരിപ്പോട് കൂടി വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. പിന്നെ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇനി പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന ടൈമിൽ മുഴുവനുള്ള ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കടലമാവാണ്. കടലമാവ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇനി എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പം ഞാനിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കടലമാവും ഇതുമൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇത് ഒന്നെങ്കിൽ നമുക്കിത് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പരത്തിയിട്ട് ഈ കട്ട്ലൈറ്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കില്ല ആ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇത് ആ ഒരു ഷേപ്പിൽ, അതായത് കട്ട്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ പയ്യൊന്ന് പരത്തി ആ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ സാധാരണ ഇവിടെ ഫലാഫിൽ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ മോനൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രെഡിൻ്റെ കൂടെയും അതുപോലെ തന്നെ കുബൂസിൻ്റെ ഒക്കെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെക്കാൻ പാകത്തിനാണ് ഞാൻ ഇതുപോലെ ചെറുതാക്കി പരത്തിയിട്ട് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് അതൊന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ബലത്തിൽ നമ്മൾ പ്രസ് ചെയ്ത് ഉരുട്ടുക, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ബലത്തിൽ ഉരുട്ടിയെടുക്കുക. എൻ്റെ കയ്യിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് അതൊന്ന് പരത്തിയെടുത്താൽ മതി. പരത്തി അതൊന്ന് നന്നായിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഒരുപാട് പാടൊന്നുമില്ല നമുക്കിത് ചെയ്തെടുക്കാൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ആകെ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ പാസ്ലി ലീവ്സ് നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അത് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിയിലയുടെ എമൗണ്ട് കൂട്ടിയാൽ മതി. ഒരു 3 പിടിയോളം മല്ലിയില എടുത്താൽ മതി. ഒരു ഗ്രീൻ കളറിലായിരിക്കണം നമ്മളുടെ ഇത് ഈ ഒരു കൂട്ടിയിരിക്കേണ്ടത്. ഞാനിവിടെ എല്ലാം നന്നായിട്ട് ഇത് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിട്ട് ഫ്രൈ ചെയ്യാം. ഓയിലിടുന്ന ടൈമിൽ പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സ്പൂൺ വെച്ചിട്ടോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളാണ്ട് എണ്ണയിലേക്ക് നമ്മളുടെ വിരൽ ടച്ച് ചെയ്യാണ്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു 4 എണ്ണം വീതമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്തിടുന്ന ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് മറന്നു പോരുത്. കാരണം അല്ലെങ്കിൽ ഉള്ളു പെട്ടെന്ന് വെന്ത് കിട്ടില്ല. പുറം ഭാഗം പെട്ടെന്ന് കളറങ്ങ് മാറിപ്പോവും, ഉള്ളൊട്ട് വേവത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കട്ട്ലേറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സൈഡ് ഒരു 2 മിനിറ്റ് കുക്കായി കഴിയുമ്പോൾ തന്നെ നമ്മളിത് തിരിച്ചിടുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു സൈഡ് അങ്ങ് നമ്മൾ കുക്കാകാനായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേൽഭാഗം അങ്ങ് വിണ്ട് വരും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഒരു സൈഡ് ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ തന്നെ നമ്മളത് തിരിച്ചിട്ടിട്ട് അതും ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എണ്ണയെ വീണ്ടും ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത സൈഡ് ഇടുക. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് ആ പൊട്ടിപ്പോകുന്ന ആ ചാൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നമ്മൾ ഒരു സൈഡ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുക്കാക്കുമ്പോഴാണ് ഇങ്ങനെ പൊട്ടിപ്പോണത്. അതായത് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലാവരും കംപ്ലൈൻറ്റ് പറയാറുണ്ട് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോവാന്ന്. അത് ഇന്ന റീസണും കൊണ്ടാണ്. അത് പ്രത്യേകം നിങ്ങൾ നോക്കുക.
അപ്പോൾ നമ്മുടെ ഫലാഫിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. സാധാരണ ഇത് തഹനി സോസിൻ്റെ കൂടെയും ഹുമ്മൂസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഞാൻ സാധാരണ ഇത് സോസിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നല്ലൊരു സംഭവമാണിത്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടാൻ മറക്കരുത്. അപ്പോൾ താങ്ക്